വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരിടയ്ക്ക് വെച്ച് മലയാളി പ്രേക്ഷകർക്ക് ഏറെ ചർച്ച ചെയ്ത സംഭവമായിരുന്നു നടനും കൊല്ലം MLA-യുമായ മുകേഷും പ്രശസ്ത നർത്തകിയായ മേതിൽ ദേവികയും തമ്മിലുള്ള വിവാഹമോചനം. 8 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത്. ഇതിനായി മേതിൽ ദേവിക കുടുംബ കോടതിയെ സമീപിക്കുകയും ചെയ്തുവെന്ന വിവരം പരന്നതിന് പിന്നാലെ പുറത്തുവന്ന വാർത്ത ശരിവെച്ച് മേതിൽ ദേവികയും രംഗത്തെത്തുകയായിരുന്നു. പുറത്തുവരുന്ന എല്ലാ കാര്യവും ശരിയല്ലെന്നും വിവാഹമോചന വാർത്ത ശരിവെച്ചുകൊണ്ട് ദേവിക പറഞ്ഞിരുന്നു. 8 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും മുകേഷിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ഇനി പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും അതിനാലാണ് മുകേഷുമായുള്ള ബന്ധം പിരിയുന്നതെന്നുമാണ് കാരണമായി ദേവിക പറഞ്ഞത്. വേർപിരിഞ്ഞാലും സുഹൃത്തുക്കളായി തുടരുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മുകേഷ് വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞതിന് ശേഷം മുകേഷിന്റെ സഹോദരിമാരിൽ നിന്ന് നേരിട്ടതിനെ കുറിച്ച് ആദ്യമായി പ്രതികരിക്കുകയാണ് മേതിൽ ദേവിക. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേതിൽ ദേവികയുടെ വെളിപ്പെടുത്തൽ. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ശല്യപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. മുകേഷ് ഏട്ടനുമായുള്ള വിവാഹം അബദ്ധമായി എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം എനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുകേഷ് ഏട്ടന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അമ്മയോ കുഞ്ഞമ്മയോ ഒന്നുമല്ല, അവരൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരിമാരിൽ നിന്ന് എനിക്ക് ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല അതെനിക്ക് ഭയങ്കര വിഷമവും ഉണ്ടാക്കി. അദ്ദേഹത്തെ പ്രതിരോധിക്കുമ്പോഴും ചില കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, ഭയങ്കര വിഷമമാണ്. പറയുമ്പോൾ അവരും അദ്ദേഹത്തിന്റെ മരുമക്കളും എല്ലാം വളരെ അധികം ഫെമിനിസം സംസാരിക്കുന്നവരാണ്. എന്നാൽ അവർ എന്നെ പൂർണ്ണമായും അവഗണിച്ചു, മാറ്റി നിർത്തി. ചില സമയത്ത് ഒരു സഹോദരി എന്നെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എന്റെ ജീവിതത്തിൽ ഇനി വേറൊരാൾ കാരണം ഞാൻ സങ്കടപ്പെടരുതെന്ന്. അത് അവരുടെ പ്രശ്നം, എന്റെ പ്രശ്നമല്ല. ഞാൻ പറയാൻ നോക്കി. എന്നെ കാണുമ്പോൾ ചിരി തോന്നുകയാണെങ്കിൽ അത് അവരുടെ പ്രശ്നം. എന്റെ നിസ്സഹായത കാണുമ്പോൾ അവർക്ക് ചിരി തോന്നുന്നുവെങ്കിൽ അവരുടെ പ്രശ്നമാണ്. എനിക്ക് മുകേഷനായിട്ടല്ല യഥാർത്ഥത്തിൽ പ്രശ്നം, സ്ത്രീകളാണ് പ്രശ്നം. ഇങ്ങനെ എത്ര സംഭവങ്ങൾ എന്റെ സ്റ്റുഡൻസും ഫ്രണ്ട്സും പറയാറുണ്ട്. ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അമ്മായി അമ്മമാരോടോ സഹോദരിമാരോടോ പറയുമ്പോൾ ഒരു രീതിയിലും അവർ പിന്തുണയ്ക്കില്ലെന്ന് അവർ പറയാറുണ്ട്. നമ്മുടെ സമൂഹത്തിലെ പ്രശ്നമാണിത്. ഇത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത്രയും ഫെമിനിസത്തെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ആളുകൾ വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ എല്ലാം സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ എന്തൊക്കെ സത്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മാധവം എന്ന വീട്ടിൽ അദ്ദേഹം വരാറുണ്ട്. അത് ആർട്ട് ഹൗസ് അല്ലേ? അദ്ദേഹത്തിന്റെ ഷൂട്ട് അവിടെ നടക്കാറുണ്ട്. എന്റെ സ്റ്റുഡൻസും അവിടെ വന്ന് താമസിക്കാറുണ്ട്. അതൊരു വീടല്ല, അതിനേക്കാൾ പല കലാപരമായ കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണത്. അവിടെ കയറി നമ്മൾ ദേഷ്യപ്രകടനം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഭാര്യ എന്ന നിലയിലുള്ള ബന്ധത്തിൽ നിന്നും ഞാൻ പുറത്ത് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ഒരു മറയില്ലാണ്ട് എനിക്ക് ഇടപെടാൻ പറ്റുന്നുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഡൈനാമിക് ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു വ്യക്തിയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരാളെ വിവാഹം കഴിച്ചതുകൊണ്ട് അയാളെ എന്നും പ്രതിരോധിക്കേണ്ട കാര്യവുമില്ല. ഇതൊന്നും ഞാൻ പാലിക്കാറില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായതുകൊണ്ട് എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാതിരിക്കില്ല എന്നുമാണ് മേതിൽ ദേവിക പറയുന്നത്.